അമ്മ ഒരു ഡിവോഴ്സ് ലോയർ ആണല്ലോ, ആ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയാണ്. ലൈക്ക് എങ്ങനെ, എന്താ അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആണോ എന്നല്ലേ? ഒരു ഡിവോഴ്സ് ലോയർ എന്നുള്ള പെർസ്പെക്റ്റീവിലും അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ എന്നുള്ള പെർസ്പെക്റ്റീവിലും ഉറപ്പായിട്ടും എനിക്കിഷ്ടമെന്ന് പറയുന്നത്, ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ലവ് മാരേജ് തന്നെയായിരിക്കും. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ചോദിച്ചപ്പോൾ ആരോ ചോദിച്ചു, മാം ലവ് മാരേജ് അല്ലേ, എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു. ആക്ച്വലി എനിക്ക് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പേഴ്സണെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അത്രയുള്ള ഒരു മെച്യൂരിറ്റി ഇല്ലായിരുന്നു നമുക്ക് ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റുന്നത്. പക്ഷേ ലവ് മാരേജ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാർട്ട്ണറിനെ കണ്ടുപിടിക്കുക, പാരൻസ് കണ്ടുപിടിക്കുക തരുന്നതോ വേറെ ഏതെങ്കിലും രീതിയിലൂടെ എനിക്ക് ഇന്നും അത് അംഗീകരിക്കാൻ പറ്റില്ല. വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ എൻ്റെ ആ നിലപാടിന് ഒരു മാറ്റവും ഇല്ല. ഇപ്പം ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ടില്ലേ, അമ്മ നോക്കി തരുമെന്ന് നീ വിചാരിച്ചുകൊണ്ടിരിക്കണേ, യു ഷുഡ് ഫൈൻഡ് ഔട്ട് യുവർ പാർട്ണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ കാണുന്ന മോൾ അഞ്ജലി എന്ന് പറയുന്ന വ്യക്തി വേറൊരാളാണ്. അപ്പം ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു പുരുഷനെയോ, അല്ലെങ്കിൽ നമ്മളെ ചിലപ്പോൾ സാമ്പത്തികമുണ്ടോ, അല്ലെങ്കിൽ വീടൊക്കെ കുടുംബമൊക്കെ നല്ലതാണോ, അച്ഛനും അമ്മയൊക്കെ സെറ്റിൽഡ് ആണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കും. പക്ഷെ നിനക്ക് സംബന്ധിച്ചിടത്തോളം അതൊന്നും വിഷയമല്ലായിരിക്കും. എന്നെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ കുറേ കൂടെ ഞാനുമായിട്ട് ആ വൈബുള്ള ഒരാളായിരിക്കും നല്ലത്. അത് കാരണമാണ് എപ്പോഴും ഞാൻ പറയുന്ന, ഈ തലമുറയുടെ അടുത്ത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് ആ പേഴ്സൺ എന്ന് പറയുന്നത് അത് ഒരിക്കലും വീട്ടുകാർക്ക് വന്നിട്ട് അയ്യേ എന്ന് പറയുന്ന രീതി, ഇതാണോ നീ കണ്ടുപിടിച്ച ഒരാൾ അന്ന് പറയാത്ത രീതിയിൽ, ജാതിയോ മതമോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ മേലിലാണ് പാരൻസ് നിങ്ങളെ ഒഴിവാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ തന്നെ തീരുമാനിക്കും.